വീണ്ടും ചോദ്യപേപ്പർ ചോർച്ച നടന്നിരിക്കുകയാണ്. മെയ് 3-ന് നടന്ന പരീക്ഷ റദ്ദാക്കി. അത്യധികം വേദനയോട് മാത്രമേ നമുക്ക് ഈ വാർത്ത കേട്ടിരിക്കാൻ പറ്റുകയുള്ളൂ. ചോദ്യപേപ്പർ ചോർച്ച നടന്നിരിക്കുകയാണ്. നീണ്ട കാലത്തെ അധ്വാനത്തിന് ശേഷം കുട്ടികൾ പഠിച്ചെഴുതി ഫലം കാത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആ പരീക്ഷ തന്നെ റദ്ദാക്കിയിരിക്കുകയാണ്. മുൻപ് നടത്തിയ അതേ ഹാൾ ടിക്കറ്റ് ഉപയോഗിച്ച് വീണ്ടും പരീക്ഷ നടത്താൻ കഴിയുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. സുരക്ഷയുടെ അങ്ങേ അറ്റത്താണ് പരീക്ഷ നടത്തുന്നത്. എന്നാൽ തലപ്പത്ത് ക്രിമിനൽ പ്രവൃത്തി നടത്തിയിട്ട് കുട്ടികളെ എന്തിനാണ് ഇങ്ങനെ മണ്ടന്മാരാക്കുന്നത്? അപേക്ഷ അയക്കുന്നത് മുതൽ പരീക്ഷ വരെ കുട്ടികളെ അക്ഷരാർത്ഥത്തിൽ പീഡിപ്പിക്കുന്ന തരത്തിലാണ് നീറ്റ് പരീക്ഷയുടെ ചട്ടങ്ങൾ. ആ സാഹചര്യത്തിൽ പരീക്ഷ പേപ്പർ 2 ലക്ഷം മുതൽ 20,000 രൂപ വരെ വിറ്റുപോയിരിക്കുകയാണ്. പരീക്ഷ നടക്കാൻ 15 ദിവസം ബാക്കി നിൽക്കുന്ന ദിവസം മുതൽ ഓരോ ദിവസവും ചോദ്യപേപ്പർ ചോർത്തിക്കൊണ്ടേയിരുന്നു. ഏതാണ്ട് 140 ചോദ്യങ്ങൾ ചോർത്തി വിൽപ്പനയ്ക്ക് വെച്ചു. പരീക്ഷയുടെ തലേ ദിവസം വരെ ഇത് വിറ്റുപോയി. ഈ കൊടും ക്രൂരകൃത്യത്തിൽ ശരിക്കും ഇരയായത് ജീവിക്കാൻ ബുദ്ധിമുട്ടുന്ന ശരാശരി വിദ്യാർത്ഥിയുടെ ഭാവിയാണ്. ഭീമമായ കോച്ചിങ് ഫീസ് കൊടുത്ത് ഉറക്കം കളഞ്ഞ് പഠിച്ച് പരീക്ഷാഫലം കാത്തിരിക്കുന്ന അവർക്ക് നെഞ്ചിലേറ്റ അടിയാണിത്. ഇനി ഒരിക്കൽ കൂടി അവർ പരീക്ഷയെ നേരിടണം. നിത്യജീവിതം തന്നെ ബുദ്ധിമുട്ടായ എത്ര കുട്ടികൾ ഇതിന്റെ ഇടയിൽ ഉണ്ടാകാം. അവരുടെ പ്രതീക്ഷയിലും ആഗ്രഹത്തിലും ആണി അടിക്കുന്നതായി പോയി ഈ ക്രൂരത.